ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ LD ടൈപ്പിസ്റ്റിന്റെ പുതിയ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് PSC ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈപ്പിംഗ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ചാൻസ് ആണ് ഇത്തവണത്തെ ഈ ഒരു LD ടൈപ്പിസ്റ്റ് പരീക്ഷകൾ. വിവിധ വകുപ്പുകളിലേക്ക്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഒരു 4-5 മാസം ഉറപ്പായിട്ട് നമുക്ക് ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാനായിട്ട് കിട്ടും. പഠിക്കാനായിട്ട് iPlusന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ ക്രിസ്മസ് ഓഫറോട് കൂടിയൊക്കെ iPlusന്റെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. തൊട്ടു മുന്നേയൊക്കെ വന്നിട്ടുള്ള ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ SSLC പാസ്സായിരിക്കണം. രണ്ടാമത് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഉണ്ടായിരിക്കണം, KGT സർട്ടിഫിക്കറ്റ്. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഉണ്ടായിരിക്കണം, KGT സർട്ടിഫിക്കറ്റ്. ആൻഡ് കമ്പ്യൂട്ടർ വെയർ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ആണ് ബേസിക് ആയിട്ട് LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. ജനറൽ കാറ്റഗറിയിലാണ് 36. SC ST OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി കഴിഞ്ഞ തവണത്തേക്ക് നോട്ടിഫിക്കേഷനിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുൻപ് നടന്ന റിക്രൂട്ട്മെന്റുകളിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഏതൊക്കെ ആണെന്നുള്ളതായിരുന്നു. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പുതിയ നോട്ടിഫിക്കേഷനിലും അത് തന്നെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ KGT ടൈപ്പ് റൈറ്റിംഗിന് ഇക്വലന്റ് ആയിട്ട് ഈ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. NTC ITI സർട്ടിഫിക്കറ്റ് സെനോഗ്രഫി ഇംഗ്ലീഷ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതൊക്കെ KGT ഇംഗ്ലീഷിന് ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് ഇക്വലന്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് NTC സർട്ടിഫിക്കറ്റ് ഏതിന്റെ ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ DCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അതും ഈ പറഞ്ഞ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇക്വലന്റ് ആണ് എന്നവർ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, ആ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗിന് ഇക്വലന്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഇൻ DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അതും ഈ വേർഡ് പ്രോസസ്സിംഗിന് ഇക്വലന്റ്. ഒരുപാട് പേർ കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്ന യോഗ്യതയുള്ള ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഉടനെ വരും, അപ്ലൈ ചെയ്യുക. ഇതിന്റെ നമുക്ക് ഒരുപാട് സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസ് നമുക്കിത് നോക്കിയിട്ട് പോവാം. ജനറൽ നോളജ് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10 ചോദ്യങ്ങൾ വരും, 10 മാർക്ക് വരും. അതിനകത്ത് മെയിൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീട് ഈ പറഞ്ഞ കേരള റിനൈസൻസിന്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളോട് പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, അതിലാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്. MS ഓഫീസ്, MS എക്സൽ, MS പവർ പോയിന്റ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 40 മാർക്കാണ് അവിടെ നിന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വേർഡ് പ്രോസസ്സിംഗിനാണ്. ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന് 10 മാർക്ക്, ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ തൊട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 10 മാർക്ക് അവിടെയുണ്ട്. റീജിയണൽ ലാംഗ്വേജ്, നമ്മുടെ മലയാളത്തിൽ നിന്ന് 20 മാർക്കുണ്ട്. ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കുണ്ട്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 ഉണ്ട്. പിന്നീട് ടൈപ്പ് റൈറ്റിംഗും GK കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് iPlus നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. iPlusന്റെ കോഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ PYQ ഡിസ്കഷൻ ടെസ്റ്റുകളും ഒക്കെ LD ടൈപ്പിസ്റ്റ് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മറക്കണ്ട, നന്നായിട്ട് പഠിക്കുക. ആപ്ലിക്കേഷൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്ത ശേഷം കൃത്യമായിട്ട് പഠിച്ച് നല്ലൊരു സർക്കാർ ജോലി നേടാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.